ഈ സാധനം ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഉണ്ടാക്കിയതാണ് അല്ലെ. 5 മിനിറ്റ് കൊണ്ട് ഇതിന് ഉള്ളിലിട്ടിട്ട് വന്ന വേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഏകദേശം ഇത് തന്നെ ഒരു 1 കിലോന്റെ അടുത്തുണ്ടാവും ഈ സാധനം തന്നെ. ഒരു സെക്കൻഡ് നേരം കൊണ്ട്, ഒരൊറ്റ സെക്കൻഡ് അല്ലേ, ഒരു ദിവസം 1000 ബാഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസേ 1000 ബാഗ് ഉണ്ടാക്കാന്നാണ് ഈ പറയുന്നത്. ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ആയി, പേപ്പർ ബാഗ് ആയി. നോക്ക്, ഇതിപ്പോ അവര് വീണ്ടും ഒന്നും കൂടി തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്നും കൂടി വലിച്ചാണ് കേട്ടാ. ഒറ്റ വലി നോക്കുന്നു. ഒരു 5 സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ അല്ലെ ഒരു പ്ലേറ്റിന്റെ ഒരു ഇതിന്. അത്ര ആവശ്യമില്ല. കണ്ട പ്ലേറ്റ് ആയിട്ട്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. സുൽഫിയാണ് കേട്ടാ. ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണോ 100% ഉറപ്പിൽ നിങ്ങൾക്ക് കുറച്ച് ബിസിനസ് പരിചയപ്പെടുത്തി തരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വാട്സാപ്പിൽ മെസ്സേജ്, ഒരു ദിവസം ഏകദേശം ഒരു 10-30 മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് സുൽഫിയെ പൈസ ഉണ്ടാക്കണം, അതേപോലെ എന്ത് ബിസിനസ് ചെയ്യുക, എന്താ നമ്മൾ ചെയ്യുക, അതേപോലെ എനിക്ക് എന്ത് മെഷീൻ വാങ്ങിക്കുക, അതേപോലെ അങ്ങനെ ഒരുപാട് നിരന്തര ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ കുറച്ച് മെഷീനും കാര്യങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ പേപ്പർ കപ്പ്, അതേപോലെ പേപ്പർ പ്ലേറ്റ്, അതേപോലെ തന്നെ ബനിയൻ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ബനിയൻ വേസ്റ്റ് ഉണ്ടാക്കില്ലേ, വേസ്റ്റ് ഉണ്ടാക്കുന്ന മെഷീന്, അതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെഷീനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ 100% നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാന്നുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അത് നമുക്ക് പരിചയപ്പെടുത്താം. അപ്പൊ നമ്മള് കൂടെ വന്നിരിക്കുന്നത് ഈ ഒരു ഫാക്ടറിയുടെ ഓണർമാരാണ് കേട്ടോ. ഇത് ആഷിഫ്, ഹലോ, ഇത് അൻഷിഫ് കേട്ടോ. ഇത് ബ്രോന്റെ അനിയനാണ്. അപ്പൊ നമുക്ക് ഈ മെഷീനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു വരാം. ഇപ്പൊ നമ്മുടെ ആളുകളെ നിരന്തരം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു ദിവസം 30 മെസ്സേജ് 40 മെസ്സേജ് വാട്സാപ്പിൽ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്, സുൽഫിയെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണോ, ഞങ്ങൾ വീട്ടിലിരിക്കുകയാണ്, വയസ്സായ ആളുകളാണ്, അതേപോലെ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെറിയ ഇതിലൊക്കെ ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഓട്ടം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടാണ്. ഞാൻ ഈ ഒരു കേരളം, തമിഴ്നാട് എല്ലാ ഭാഗത്തും ഓരോ മെഷീൻ സാധനങ്ങള്, അതേപോലെ ഓരോ ഫാക്ടറികൾക്കൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ആണ് ഇവര്. എന്താ വെച്ചാൽ അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പൊ ഇവർക്ക് 100% ഇവർക്ക് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും 100% ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എല്ലാം ആയിക്കോട്ടെ. നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട്. പ്ലാസ്റ്റിക് അല്ല, നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. അതെ, ഇപ്പൊ പ്ലാസ്റ്റിക് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ സർക്കാരും ഒരുപാട് രീതിയിലുള്ള പ്രൊമോഷൻസ് നമുക്ക് ഈ ഒരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു 35% ഗ്രാന്റ്, 75% വരെയൊക്കെ സബ്സിഡി നമുക്ക് ഈ ഒരു ബിസിനസിന് ഗവൺമെന്റ് തരുന്നുണ്ട്. തരുന്നുണ്ടല്ലേ? 75% സബ്സിഡി കിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള സ്കീമുകളും എല്ലാം തന്നെ നമ്മൾ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് കാണിക്കാൻ പോകുന്ന കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് ജസ്റ്റ് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന, ഈ വയസ്സായ ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നിരന്തരം ഒരുപാട് പേര് വയസ്സായ ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും എവിടെയും വർക്കിന് പോകാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ എനിക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന മെഷീനറീസ് ആണ് നമുക്ക്, യൂണിറ്റുകളാണ് നമുക്ക് എല്ലാം. അപ്പൊ അതിന് സ്ഥല സൗകര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് വരുന്നത്? ജസ്റ്റ് ഒരു വീട്ടിനകത്ത് ഒരു ബെഡ്റൂമിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യൂണിറ്റുകളുണ്ട്. നമുക്ക് വലുതായിട്ട് ഫാക്ടറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകളുണ്ട്. ഓരോരുത്തരും റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന ഏത് മെഷീനാണ്? നമുക്ക് നോർമലി പേപ്പർ ബാഗ് ഉണ്ട്, പേപ്പർ പ്ലേറ്റ് ഉണ്ട്. പേപ്പർ പ്ലേറ്റിലും ബാഗിലും തന്നെ ഡിഫറെന്റ് മെഷീനറീസ് ഉണ്ട്. കോട്ടൺ വേസ്റ്റ് മെഷീൻ, നമുക്ക് ആദ്യം കോട്ടൺ വേസ്റ്റ് കാണിക്കാം. ആയിക്കോട്ടെ. കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാര്യമായിട്ട് ജോലി ഒന്നും ഒരു ചേർട്ട് ഇരുന്നിട്ട് മെഷീനിലേക്ക് ജസ്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായി. നമ്മള് പറഞ്ഞ ബനിയ വേസ്റ്റ് പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ഒരു അവര് ഈ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ഇത് എടുത്തിട്ടാണ് ഈ വേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസത്തിൽ 1 കിലോ 2 കിലോ ഒക്കെയാണ് ഒരാൾ, അത് എക്സ്പീരിയൻസ് ആയ ആളുകളാണ് അത് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ മെഷീനിൽ നമുക്കൊക്കെ ഈ ബനിയ വേസ്റ്റിന്റെ മെഷീനിൽ ഒരു ദിവസമൊക്കെ എത്ര കിലോ എടുക്കാൻ പറ്റും? നമുക്ക് കപ്പാസിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. ഇതിന്റെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇതിന് റോ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ലെങ്തി ആയിട്ടുള്ള ക്ലോത്തുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വൺസ് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മാൻ പവറും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതിന് അത്യാവശ്യം നമുക്കൊരു 100 above kgs ഒക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറെ ആളുകൾ പറയും നമുക്ക് 1 ടൺ ഉണ്ടാക്കാം, 1/2 ടൺ ഉണ്ടാക്കാം. അങ്ങനെയൊന്നും മാക്സിമം മേക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുറച്ചിട്ട് പറഞ്ഞത് നമുക്ക് എന്താണ് ഒരു ദിവസം ഒരു 100 കിലോ എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം നമ്മളൊരു
ഡ്യൂട്ടി ഇത് കൊടുക്കണല്ലേ. ഇപ്പൊ 1 കിലോനെ ഇപ്പൊ 50 രൂപയാണെങ്കിൽ കൂടി 100 കിലോ അപ്പൊ ഒരുപാട് 1 കിലോ. ഇതിന്റെ ഒരു മാർജിൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കോട്ടൺ വേസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഈ തിരുപ്പൂർ ഭാഗങ്ങളിലൊക്കെ നമുക്ക് 50 രൂപ 55 രൂപ കൊടുത്ത് നമുക്ക് ഈ ഒരു വേസ്റ്റ് കിട്ടും. ഇതിന് വൈറ്റിന് കുറച്ചുകൂടെ ഡിമാൻഡ്. ഞാനിപ്പോ ഈ ഭാഗങ്ങളിൽ ഇവിടെ റീറ്റെയിൽ തിരുപ്പൂർ 1 കിലോന് ഇത് വേസ്റ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോ ബനിയൻ കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോ കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റും. നമുക്ക് നമുക്ക് 50 രൂപ റേറ്റിലേക്ക് ആയിരിക്കും നമുക്ക് ഇവിടെ അയച്ചു തരണ്ടേ. ഡെലിവറി ചാർജ് എല്ലാം ചേർത്തില്ലേ. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ കോട്ടൺ വേസ്റ്റ് തന്നെ കുറെ ടൈപ്പുകളുണ്ട്. നമുക്ക് ലെങ്തി ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്, അതായത് കൂടുതൽ വലിയ പീസുകൾക്ക് ഒരു ഇപ്പൊ ഈ ഡീലർമാരും കാര്യങ്ങളൊക്കെ ഇതിന് ഇടയിൽ വന്നതുകൊണ്ട് ഈ വലിയ പീസുകൾക്ക് റേറ്റ് ആണ്. അത് റേറ്റ് ഉണ്ടാവും, അതെന്തായാലും നമുക്ക് അത് റേറ്റ് കൂടും. ഈ കോട്ടൺ വേസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ കളറായിട്ട് വരുന്ന ഡിഫറെന്റ് ആയിട്ട് മിക്സ്ഡ് ആയിട്ട് വരുന്നത് അതിന് വില കുറവാണ്. പ്യൂർ വൈറ്റ് ആയിട്ട് വരുന്നതിന് വില കൂടുതലാണ്. അത് ഓരോ കളറിനും തുണിക്കും ക്വാളിറ്റി അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും. ഞാനിപ്പോ ഇതിന്റെ പ്രൈസ് അറിയാൻ വേണ്ടിട്ട് റീറ്റെയിൽ പ്രൈസ് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ അടുത്തൊരു കടയിൽ പോയി വാങ്ങിച്ചു. അവർ പറഞ്ഞു വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 100 ഗ്രാമിന് 30 രൂപയാണ്. 100 ഗ്രാമിന് 30 രൂപ. അപ്പൊ 300 രൂപ 1 കിലോന് 300 രൂപ. എനിക്ക് തോന്നുന്നു മാക്സിമം പ്രൈസ് പോയി കഴിഞ്ഞാൽ 80-85 രൂപയ്ക്ക് മാക്സിമം നമുക്ക് ഈ സാധനം നമുക്ക് കയ്യിൽ കിട്ടും. അപ്പൊ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ 300 രൂപയ്ക്ക് ഇപ്പൊ നമുക്ക് 80 രൂപ കഴിച്ചാലും ബാക്കി ഒക്കെ ലാഭം തന്നെയല്ലേ. അപ്പൊ ഒരു ദിവസം ഏകദേശം ഒരു 100 കിലോ ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിക്കണം. നമുക്ക് ജസ്റ്റ് ഒരു വീട്ടിൽ ഒരാളെ വഹിക്കാൻ പറ്റും. ഒരു 1000 രൂപ 1500 രൂപ നമുക്ക് വീട്ടിലിരുന്ന് വഹിക്കാൻ പറ്റും. നമുക്ക് സുഖമായിട്ട് തുടങ്ങാൻ പറ്റും. അത് പിന്നെ കുറച്ച് വേസ്റ്റിന്റെ കുറച്ച് ഇതുണ്ട് അല്ലേ. അതിനെ നമ്മള് ഇതിപ്പോ ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യും കുട്ടികളുള്ള ഭാഗത്ത് ചെയ്യരുത്. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂം അല്ല മാസ്ക് വെച്ച് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ട്. നമുക്ക് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും നമ്മൾ അത്രയും ഒരു സേഫ്റ്റി ആയിട്ട് കുട്ടികളുള്ള ഒഴിഞ്ഞ ഭാഗത്തൊക്കെ വെച്ച് കേട്ടേണ്ടി വരും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം നമ്മളൊന്നുകൂടെ സേഫ്റ്റി ആയിട്ട് നോക്കണം. അവരുടെ ഭാഗത്ത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് അവർക്കൊരു എൻട്രി ഇല്ലാതിരിക്കും. അപ്പൊ നമുക്കത് നോക്കിയാലേ നമുക്ക് നിങ്ങളൊന്ന് വർക്ക് എങ്ങനെയാണിത്. ഇതാണ് നമ്മുടെ മെഷീൻ അല്ലേ, വലിയ വേസ്റ്റിന്റെ കോട്ടൺ വേസ്റ്റ് ആക്കണത് അല്ലേ. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഇവിടെ ഒരാളിരുന്നുകൊണ്ട് ജസ്റ്റ് അതിലേക്ക് ഫീഡ് ചെയ്യാം. ഓ ഇത് ചെറിയൊരു മെഷീനാണ് അല്ലേ. ഇതുപോലെയാണ് നമുക്ക് കോട്ടൺ വേസ്റ്റുകൾ നമുക്ക് കെട്ടായിട്ട് വരും. ഇതേപോലത്തെ കട്ടായിട്ട് വരും അല്ലേ. ഇതുപോലുള്ള കെട്ടുകളായിട്ട് ഇത് വൈറ്റ് ആണ്. ഇത് വൈറ്റ് ആണ്. അപ്പൊ കോട്ടൺ വേസ്റ്റ് ഇപ്പൊ ഇവർക്ക് ഇപ്പൊ വിഷയം വാങ്ങിച്ചിട്ട് പോയി. കോട്ടൺ വേസ്റ്റ് ഇപ്പൊ ആർക്ക് എടുക്കാൻ പറ്റും? നിങ്ങളുടെ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചു കൊടുക്കില്ലേ? അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോ അവരുടെ അടുത്ത് വാങ്ങിയിട്ട് ഒരു കമ്മീഷൻ എടുത്ത് അവർക്ക് സെല് ചെയ്യല്ല. ഡയറക്റ്റ് ആരാണോ സെല് ചെയ്യുന്നത് അവരുമായിട്ട് ഇവരെ കണക്ട് ചെയ്തിരിക്കും. അപ്പൊ ഇവർക്ക് എന്താണ്, അപ്പൊ ഇടയിൽ 2 ഡീലർ വരുമ്പോ 2 കമ്മീഷൻ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എടുക്കാം. ഇല്ല പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു ഡീലറിനായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡീലറല്ല, ഒരുപാട് ഡീലർമാരുണ്ട്. നമുക്ക് ഇവരായിട്ട് കോൺടാക്ട് 1-2 മാസം ഇവർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് തന്നെ മാർക്കറ്റ് എല്ലാം മനസ്സിലായിക്കോളൂല്ലേ. പിന്നെ ചിലവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചിട്ട് ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുക, അതേപോലെ ഇത് എങ്ങനെ ചെയ്യുക, അതിനൊക്കെ അവർക്കൊക്കെ കുറച്ചൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നത്. നമുക്ക് അതായത് പേപ്പർ ബാഗ് മേക്ക് ചെയ്യാൻ, പ്ലേറ്റ് മേക്ക് ചെയ്യാൻ, കോട്ടൺ വേസ്റ്റ് മേക്ക് ചെയ്യാൻ, എല്ലാത്തിനും അവർക്ക് ക്ലാസ് കൊടുക്കും. എല്ലാത്തിനും ക്ലാസ് കൊടുക്കും. നമ്മളൊരു യൂണിറ്റ് എവിടെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ അവരുടെ ഓൺ സൈറ്റിൽ പോകുമ്പോൾ ആ സൈറ്റിൽ പോയിട്ട് അവിടെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ മേക്കിംഗ്, എതിനാണ് ഇതിന്റെ മാർക്കറ്റിംഗ്, ഇതിനെങ്ങനെയാണ് സെല് ചെയ്യുന്നത്, അങ്ങനെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ മിഷ്യൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ വേണ്ട, അപ്പൊ മിഷ്യൻ ഇപ്പൊ തൽക്കാലം ഇപ്പൊ വേണ്ട, നമുക്ക് ഇതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം, ക്ലാസ് ഒന്ന് അറിഞ്ഞിട്ട് വരാന്നുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അവർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂലേ. അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഫീസ് അല്ലേ മെഷീനറി പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. മിഷ്യൻ ക്ലാസ്സിന് വന്ന് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവര് അത് തുടങ്ങുക, ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിന് മെഷീൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മൾ ക്ലാസ്സിന് വാങ്ങിക്കുന്ന എമൗണ്ട് അവർക്ക് അതിൽ ലെസ് ചെയ്ത് കൊടുക്കും, റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതപ്പോ നല്ലൊരു പരിപാടിയാണ് കേട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആളുകൾക്ക് ഇതിപ്പോ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണിത്. എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരുപാട് 100-400 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാ ആളുകൾക്ക് പൈസ ഉണ്ടാക്കുക, ബിസിനസ് തുടങ്ങുക, അതേപോലെ എന്തെങ്കിലും ടൂൾസ് വാങ്ങിക്കുക, അതേപോലെ എല്ലാ വീഡിയോസും നമുക്ക് ഉപകാരമുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും വീഡിയോസ് ചെയ്തതിൽ എനിക്ക് നല്ലൊരു ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതായി തോന്നുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഇത് എങ്ങനെയൊന്നും നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെ അതൊന്ന് ഫങ്ഷൻ ചെയ്തൊന്ന് കാണിച്ചു തരും നിങ്ങൾ. ഓണാക്കി അത് ഇതിലിങ്ങനെ ഇതായിട്ട് വരുന്നില്ലേ, സിമ്പിളായിട്ട്.
വേണ്ട ടേസ്റ്റ് നോക്ക്. ഈ സാധനം ഇപ്പൊ ഏകദേശം നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഉണ്ടാക്കിയതാണ് അല്ലെ. 5 മിനിറ്റ് കൊണ്ട് ഇതിന് ഉള്ളിലിട്ടിട്ട് വന്ന വേസ്റ്റ് ആണ് കേട്ടോ. അത് ഏകദേശം ഇത് തന്നെ ഒരു 1 കിലോന്റെ അടുത്തുണ്ടാവും ഈ സാധനം തന്നെ. അപ്പൊ നമ്മള് ബനിയൻ വേസ്റ്റിന്റെ ഇത് കഴിഞ്ഞു. ഒന്നാമത്തെ ഒരു ഇത് കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ മെഷീൻ ഇപ്പൊ നമ്മൾ എന്താ പരിചയപ്പെടുന്നത്? ഇതിപ്പോ എന്താണ് നമ്മുടെ ഈ മെഷീൻ എന്താണ് നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്നത്? ഒരു പേപ്പർ ബാഗിന്റെ ക്രീസിംഗ് മെഷീൻ ആണ്. അല്ല, ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഇത് എന്താ യൂസ് ചെയ്ത്? ഇതിന്റെ പർപ്പസ് നമുക്ക് പേപ്പർ ബാഗ് നിർമ്മാണം ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷീനറിയാണ്. ഇതിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മെഷീനറീസ് ഉണ്ട്. ഇതിന് നമുക്ക് പ്രോ സീരീസ് പറയും. ഇതിന്റെ പ്രോ സീരീസ് ഉണ്ട്, ഇതിന്റെ ലൈറ്റ് സീരീസ് ഉണ്ട്. ലൈറ്റ് സീരീസിന്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം, അതുകൂടെ ഉണ്ട്. നമുക്ക് ഇത് പ്രോ സീരീസ് ആണ്. ഇതിന് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ടൈപ്പ് പേപ്പർ ബാഗ് നമുക്ക് നിർമ്മിക്കാനും അല്ലെങ്കിൽ പേപ്പർ ബാഗ് നിർമ്മാണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷീനറിയാണ്. കാരണം പേപ്പർ ബാഗുകളിൽ വരുന്ന മടക്കുകളുണ്ടല്ലോ, ആ മടക്കിന്റെ ഇംപ്രഷൻ ഇട്ട് തരാനുള്ള മെഷീൻ. നമുക്ക് ഈ ഒരു മെഷീൻ ഇല്ലാതെ നമുക്ക് കൈകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ബാഗുകൾ നിർമ്മിക്കാം. പക്ഷെ നമ്മൾ 1000 ബാഗ് നിർമ്മിക്കുകയാണെങ്കിൽ കൈകൊണ്ട് സ്കെയിൽ വെച്ച് മടക്കും. അതിന്റെ എല്ലാത്തിന്റെ അലൈൻമെന്റ്സ് വ്യത്യാസം ഉണ്ടാവും. ഒരു 1000 ബാഗും 1000 രീതിയിൽ അലൈൻഡായിരിക്കും. നമ്മൾ സ്കെയിൽ വെച്ചിട്ടായിരിക്കും ഫോൾഡ് ചെയ്യുക. ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ 10000 ബാഗ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ ബാഗും ഒരേപോലെ അതിന്റെ ആ മടക്ക് കറക്റ്റ് ആയിട്ട് വരും. കറക്റ്റ് ആയിട്ട് നമുക്ക് ക്വാളിറ്റി ആയിട്ടും കിട്ടും. പിന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സ്പീഡായിട്ട് നമുക്ക് അതിന്റെ പേപ്പർ ബാഗ് ബോക്സ് എല്ലാത്തിലും ഞാൻ സുൽഫിക്കൊക്കെ കാണിച്ചത് നമുക്ക് ഈ ഒരു മെഷീന്റെ സഹായത്തോടും മെഷീൻ ഇല്ലാതെ നമ്മൾ മടക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കത് ജസ്റ്റ് ഒരു മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് എന്തൊക്കെ ബോക്സ് ഇതിനൊക്കെ നമുക്ക് പേപ്പർ ബാഗിനുള്ളതാണ്. പേപ്പർ ബാഗ്, സ്റ്റിക്കർ, ഹാഫ് കട്ടിങ് അങ്ങനെയുള്ള പർപ്പസിൽ പ്രിപ്പറേഷൻ നമ്മൾ ഈ സംഭാവന സ്ലിപ്പുകളൊക്കെ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് ഇങ്ങനെ കീറിച്ചെടുക്കുക. അങ്ങനെയുള്ള ഡോട്ടഡ് ആയിട്ട് വരുന്ന പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ പേപ്പർ കട്ടിങ്, സ്റ്റിക്കറിന്റെ ഹാഫ് കട്ടിങ്, നമ്മൾ ഈ നെയിം സ്ലിപ്പുകൾക്ക് ഹാഫ് പകുതിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പേർത്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഹാഫ് കട്ടിങ് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് മൾട്ടിപർപ്പസ്. നമ്മൾ ഇവിടെ മേജർ ആയിട്ട് യൂസ് ചെയ്തത് ഈ പറഞ്ഞ പോലെ പേപ്പർ ബാഗുകൾ മേക്ക് ചെയ്യാനായിട്ട്. 24 ഇഞ്ചാണ് ഈ ഒരു മെഷീന്റെ സൈസ്. നമുക്ക് ഇതിന്റെ തന്നെ 42 ഇഞ്ചിന്റെ മെഷീനും അവൈലബിൾ ആണ്. അപ്പൊ അത് ഇതും കൂടിയിട്ട് എന്താ നമുക്ക് മെഷീന്റെ സൈസ് വരുമ്പോ നമുക്ക് ബാഗ് വലിയ ബാഗുകൾ നിർമ്മിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം ഒരു 14 ഇഞ്ച് 16 ഇഞ്ച് വരെയുള്ള ഇപ്പോഴൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കവറല്ല, ഇപ്പോഴൊക്കെ പേപ്പർ ബാഗ് ആണല്ലോ ഇപ്പൊ എല്ലാവരുടെയും നമുക്ക് വരുന്നത്. ഒരു 16 ഇഞ്ച് വരെയുള്ള കവറുകളെ നമുക്ക് മാക്സിമം ഉള്ളൂ. 24 ഇഞ്ചിന്റെ പിന്നെ വലിയൊരു മെഷീനറി നമുക്ക് അതിന് ആവശ്യമില്ല. ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങളുണ്ട്. ചില അത് പിന്നെ വലിയ ഫാക്ടറി ആയിട്ട് വലിയ ലെവലിൽ ആരെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ വലിയ ബാഗുകൾ ചെയ്യണമെന്നുള്ള റിക്വയർമെന്റ് വരുന്നവർക്ക് മാത്രമേ 42 പ്രിഫർ ചെയ്യാറുള്ളൂ. അതെ. ഇത് നമുക്ക് നോക്കിയാലോ എങ്ങനെ നിങ്ങൾ ചെയ്യണതെന്ന് കാണിച്ചു തരാം. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് 3 കൺട്രോൾസ് ആണ്. നമുക്ക് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്പീഡ് അഡ്ജസ്റ്റ്, ഈ 3 കൺട്രോൾസ് ആണ്. പിന്നെ നമുക്ക് മാനുവലി റൊട്ടേറ്റ് ചെയ്യാനുള്ള വീലാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് എല്ലാ റോളേഴ്സും ഒരേ സമയത്ത് വർക്കാവും. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാനും നമുക്ക് എല്ലാ റോളേഴ്സും കംപ്ലീറ്റ്ലി വർക്കാവും. ആയിക്കോട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രേ ഉണ്ടല്ലോ, ഈ ട്രേ നമുക്ക് ഇത് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടില്ലേ? നീക്കാൻ വേണ്ടിയിട്ടുള്ള ആയിക്കോട്ടെ. നമുക്ക് പിന്നെ നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് 6 ക്രീസിംഗ് വീൽ ഉണ്ടാവും, 2 കട്ടിംഗ് വീൽ അല്ലെങ്കിൽ റണ്ണർ. ഇത് റണ്ണറാണ്. നമുക്ക് പേപ്പറിലുള്ള ചുളിവുകൾ എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചു കൊടുക്കാനുള്ളതാണ് ഈ 2 ഭാഗം. അല്ല നമുക്ക് ഇത് അഴിച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് റിലീസ് ചെയ്തിട്ട് ഒരു കട്ടിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. നമുക്ക് ഇപ്പൊ കട്ടിങ്ങിന് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ടിംഗ് വീൽ ഇപ്പൊ ഇതിൽ ഇട്ടിട്ടില്ല. ബാക്കി ഇതെല്ലാം ക്രീസിംഗ് വീൽസ് ആണ്. അതെല്ലാം വരുന്നത് ക്രീസിംഗ്. 6 എണ്ണവും ക്രീസിംഗ് വീൽസ് ആണ്. ക്രീസിംഗ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണോ മടക്കുകൾ വേണ്ടത് ആ മടക്കുപാട് ഇടുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വീൽസ് ആണ് ക്രീസിംഗ് വീൽസ്. സെയിം തന്നെയാണ്, കുറച്ചുകൂടി ഷാർപ്പ് ആയിരിക്കും നമുക്ക് കട്ടിംഗ് വീൽ. അതെ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഡെമോസ് ഒന്ന് കാണാം. അപ്പൊ അത് നമുക്കൊന്ന് നോക്കിയാലോ? ഇത് നമുക്ക് ഏകദേശം 300 GSM-ന്റെ ഡ്യൂപ്ലിക്സ് മൂഡ് പേപ്പറാണ്. ഈ ഒരു പേപ്പറിൽ നമുക്ക് എവിടെയാണോ ക്രീസിങ്സ് വേണ്ടത് ഒരു പേപ്പർ ബാഗ് ചെയ്യാൻ എങ്ങനെ 1 ഇഞ്ചോളം നമുക്ക് ഒരു ഗമ്മിങ്ങിനുള്ള ഒരു സ്പേസ് വിട്ട ശേഷം നമ്മൾ ഫീഡ് ചെയ്യാണ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ കൈകൊണ്ട് മടക്കാം. ഈ കൈകൊണ്ട് മടക്കമുള്ള ഒരു മടക്കിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ? നമ്മൾ കൈകൊണ്ട് റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ മെഷീനിൽ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് വേറെ ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ മെഷീനിലേക്ക് ഇവിടെ ഈ സൈഡിലേക്ക് ഇവിടെ സ്റ്റോപ്പർ ഉണ്ടല്ലേ, ഈ സ്റ്റോപ്പറിലേക്ക് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ച ശേഷം നമ്മൾ ഈ ജസ്റ്റ് റബ്ബർ റോളറിലേക്ക് മുട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ റെഡ് വീൽ ഉണ്ട്. ഈ വീല് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ഓട്ടോമാറ്റിക്കലി ആറ്റേക്ക് കയറും. അതിനുശേഷം നമുക്ക് ഈ ഒരു മെഷീന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് സാധാരണ ഒരു 2 റോളറിന്റെ അല്ലെങ്കിൽ ലൈറ്റ് സീരീസ് മെഷീനറി എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഭാഗത്തുനിന്ന് പ്രഷർ കൊടുത്തതിന് എല്ലാ വീലിനും കൂടെ ഒരുമിച്ച് പ്രഷർ കൊടുക്കുക ചെയ്യാം. ഇതിന് നമുക്ക് ഓരോന്നിനും ഇൻഡിവിജ്വലി പ്രഷർ കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ ഈ വീൽ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് എവിടെയാണോ വേണ്ടത് ജസ്റ്റ് അവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് ലോക്ക് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ലോക്കായി. അതുപോലെ നമുക്ക് ഇതെല്ലാം തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. എവിടെയാണോ വേണ്ടത് അവിടെ ലോക്ക് ചെയ്യാം. ആയിക്കോട്ടെ. നമ്മൾ ജസ്റ്റ് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്ത ശേഷം നമുക്ക് ഇത് ജസ്റ്റ് പിറകിലേക്ക് എടുക്കാം. നമുക്ക് എന്നിട്ട് ജസ്റ്റ് മെഷീൻ ഓൺ ചെയ്യാം. ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓണായി. ഇത് നമ്മളിവിടെ സ്പീഡ് നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീഡ് ഇതിൽ എത്ര വേണമെങ്കിലും നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ഇവിടെ കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതൊക്കെയാ ക്രീസിംഗ് വീൽസ് ആണോ വർക്ക് ചെയ്യേണ്ടത്, എവിടേക്കാണോ അലൈൻമെന്റ്സ് വരേണ്ടത്, അത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇത് ഇവിടെ നിന്ന് തകുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങി. അത്രയും മതി. നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ പ്രഷർ കൊടുക്കാം. ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ഈ വീല് ഞാൻ ജസ്റ്റ് തിരിച്ചിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും അത് ഇതാക്കാം. ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ ഈ ഒരു വീലുണ്ട്. ഈ ഒരു വീല് നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യാണെന്ന് വെച്ചാൽ ഇത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോ ഇവിടെ ടച്ച് ആവുന്നില്ല. ഇത് ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് താഴുകയും ചെയ്യും. ഇപ്പൊ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങുകയും ചെയ്യും. ഇത് സ്റ്റീലാണ് അതിന്റെ ഇതൊക്കെ എങ്ങനെ ഇരുമ്പ് എങ്ങനെയാണ്? ഇത് നമുക്ക് ഇതെല്ലാം നമുക്ക് ഹൈ സ്പീഡ് റോളേഴ്സ് ആണ്. ഇതിൽ നമുക്ക് ഗമ്മിങ് മെഷീനിൽ വരുന്നതെല്ലാം സ്റ്റീൽ തന്നെയായിരിക്കും. സ്റ്റീലിലെ ഓരോരോ മെഷീനറിന്റെ പർപ്പസ് അനുസരിച്ച് നമുക്ക് വെള്ളത്തിന്റെ പർപ്പസ് വെള്ളം ഒന്നും ടച്ച് ആവുന്നില്ല. ഈ വെള്ളം ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിക്വിഡ് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം അങ്ങനെയുള്ള മെഷീനറീസ് എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലിലായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു വീലും ഈ 3 വീലുകളാണ് നമ്മൾ ഇതിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു വീല് കൂടെ റൊട്ടേറ്റ് ചെയ്യും. ആയിക്കോട്ടെ. ചിലപ്പോൾ ഞാൻ ജസ്റ്റ് ബാഗ് മേക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിന്റെ മെഷീന്റെ ഒരു വർക്കിംഗ് കാണിക്കാം. ഞാനൊരു ജസ്റ്റ് മെഷീനിലേക്ക് വെറുതെ ഒന്ന് ഫീഡ് ചെയ്തു. ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഒരൊറ്റ സെക്കൻഡ് ഇല്ലേ? ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്യാന്ന് വെക്കാം. ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ ഞാൻ ഇവിടെ ജസ്റ്റ് 2 വിരലുകൊണ്ട് പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ആക്കുന്നതാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു മാർക്കിൽ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് സുൽഫിക്ക് ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇതറിയാൻ പറ്റും. അത് സിമ്പിൾ ആണുള്ളത്. ഇതാണ്ടാ സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതാ മടങ്ങി. പിന്നെ അത് ജസ്റ്റ് അത് ഇല്ലാത്ത ഭാഗത്ത് ക്രീസിംഗ് മാർക്ക് ഇല്ലാത്ത ഭാഗത്ത് ഇല്ലാത്ത ഭാഗത്ത് മടക്കുമ്പോ നമുക്കത് സാധിക്കുന്നില്ല. നമുക്ക് റിസ്ക് കൂടുതലാണ്. അല്ല സാധിക്കും, പക്ഷെ റിസ്ക് കൂടുതലാണ്. പക്ഷെ കറക്റ്റ് അളവും കിട്ടില്ല. അതേപോലെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഈ മടക്കും വ്യത്യാസമുണ്ട്. നല്ല ഷാർപ്പായിട്ട് നല്ല ഇതിൽ വന്നിട്ടുണ്ട് ഉപയോഗിക്കുന്നത്. ഇതെന്തിനാ ഇത് മാർക്കിങ്? നമുക്കൊരു ഏത് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ. നമുക്ക് ഒരു പേപ്പറിൽ നമ്മൾ ഇതുപോലെ മാർക്കിങ് ചെയ്യണം. ഒറ്റ പേപ്പറിൽ നമുക്ക് വീൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീൽസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അലൈൻമെന്റിൽ തന്നെ വിട്ടോണ്ടിരിക്കാം. ഇത്രയും മാർക്കിങ്സ് ആകെ ചെയ്യണ്ടേ. നമുക്ക് 2 സൈഡില് ഇവിടെ ഈ 4 മാർക്കിംഗ് ആണ് നമുക്ക് ആകെ ചെയ്യാനുള്ളത്. നമുക്ക് ഈ മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മെഷീൻ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഈ സൈഡിലേക്ക് ഇത് സ്റ്റോപ്പ് ഇടാം. അത് എത്ര വേണമെങ്കിലും അങ്ങോട്ടും കൂടെ ബോർഡ് നമുക്ക് മാക്സിമം ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മള് ജസ്റ്റ് റബ്ബർ റോളറിലേക്ക് ചേർത്ത് വെക്കാം. അകത്തേക്ക് ഫീഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വീൽ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോ ഇതിലേക്ക് ഈ വീൽസ് ഒക്കെ നമ്മൾ റൊട്ടേഷൻ കൊടുത്തതാണ്. ഇതൊന്നും നമുക്കിപ്പോ ആവശ്യമില്ല. നമ്മളിപ്പോ ജസ്റ്റ് റിലീസ് ചെയ്യാം. മേലെ ഇത്തിരി പൊക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. പേപ്പർ ബാഗ് നോക്കി എത്ര സിമ്പിൾ ആയിട്ടാണ് റെഡി ആക്കുന്നത് നോക്ക് അല്ലേ? മെഷീൻ കൊണ്ട്. ഇതൊരു ദിവസം ഈ ഒരു മെഷീനിൽ നമുക്ക് ഈ പേപ്പർ ബാഗ് എത്തരണം
ഒന്നോ രണ്ടോ ആളുകളുടെ മാൻ പവറിൽ നമുക്ക് 1000 ബാഗുകൾ വരെ ഉണ്ടാക്കാം. 1000 ബാഗുകൾ രണ്ടുപേര് മതി. ഒരു ദിവസം 1000 ബാഗുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസേ 1000 ബാഗ് ഉണ്ടാക്കാന്നാണ് ഈ പറയുന്നത്. ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നോക്ക് എത്ര സിമ്പിൾ ആയിട്ട്. അതിന്റെ മോട്ടർ, ഇതിന്റെ കറണ്ട് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ ലൈനൊക്കെ? ഹാഫ് HP ആണ്. ആ നമുക്ക് ചെറിയ രീതിയിലുള്ള കൺസെപ്ഷനേ വരുള്ളൂ. ഹാഫ് HP മോട്ടറാണ് വരുന്നത്. നമുക്ക് വീട്ടിൽ ടൈലർ മെഷീൻ യൂസ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ വരുള്ളൂ. കാരണം പിന്നെ അതിൽ 1000 ബാഗ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ നമ്മളൊരു 1 hour യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഷീനയുടെ പർപ്പസ് കഴിഞ്ഞു. പിന്നെ ബാക്കി നമുക്ക് മാനുവലി വരുന്ന പർപ്പസ്. അതെ. ഇത് ലൈൻ എങ്ങനെയാണ് വർക്കിംഗ്? സിംഗിൾ ഫേസ് അല്ലേ? വീട്ടിൽ തന്നെ ഉപയോഗിക്കാം അല്ലെ? അപ്പൊ വീട്ടിൽ ലൈന് ഇതിനിപ്പോ എക്സ്ട്രാ അതൊന്നും വേണ്ട ആവശ്യമില്ല അല്ലെ? വേറെ പ്രത്യേകിച്ച് കണക്ഷൻ. അത് 1/2 HP മോട്ടറും ആണല്ലോ അല്ലെ? നമ്മൾ വീട്ടിലിപ്പോ ഒരു മോട്ടർ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടർ ഒരു 1/2 HP മുകളിലുണ്ട്. 1 HP 2 HP ഉപയോഗിക്കുന്നത് അതുപോലെ വരുന്നില്ല. നമ്മൾ ജസ്റ്റ് വീൽസ് സെറ്റ് ചെയ്തു. വീൽസ് സെറ്റ് ചെയ്ത ശേഷം മെഷീൻ ജസ്റ്റ് റൺ ചെയ്യാം. നമുക്ക് ഈ 2 വീൽസ് ആണ് റൺ ചെയ്യേണ്ടത്. ഈ 2 വീൽസിലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. അത് ആദ്യം തന്നെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ? അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിങ്ങിനനുസരിച്ച് ഈ മാർക്കിംഗ് പേപ്പറിൽ വെച്ച ശേഷം നമ്മൾ ജസ്റ്റ് അവിടെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു പേപ്പറിന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യണം. പരിപാടി കഴിഞ്ഞു. നമുക്ക് ആ ക്രീസിംഗ് മാർക്ക് കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ആ ക്രീസിംഗിൽ മാർക്കിംഗ് ആയിട്ട് ഇനി നമുക്ക് 1000 ബാഗാണ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ 1000 എണ്ണം നമ്മൾ ആദ്യം ഇങ്ങനെ ക്രീസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിന് ഒരു ക്രീസിംഗ് കുറിച്ചാണ് നമ്മൾ തിരിച്ചു വെച്ചിട്ട് ക്രീസിംഗ് കുറിച്ചാണ്. അപ്പൊ 1000 എണ്ണം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ തിരിച്ചു വെച്ചിട്ട് ഇവിടെയുള്ള ഈ ക്രീസിംഗ് ചെയ്യാം. ഞാനിത് ഇപ്പൊ ഈ വീല് എനിക്കിനി ആവശ്യമില്ല. ഈ വീല് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ വീല് ഇത് എനിക്കിനി ആവശ്യമില്ല. ഞാനിത് റിലീസ് ചെയ്യുന്നു. അപ്പൊ നേരത്തെ മടക്കിയ വീല് നമ്മള് റിലീസ് വിട്ടിട്ട് ഈ മടക്കിനുള്ളത് ഇപ്പൊ നമ്മള് ചെയ്യും. ഒരു റൂമിന്റെ ആവശ്യം കൂടി ഇല്ല അല്ലെ? ചെറിയൊരു സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മതിയില്ലേ? അതിനകത്ത് ഇതിന്റെ എല്ലാ പരിപാടിയും കഴിയില്ലേ? ഈ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടാവില്ലേ? ഈ ചെറിയ ഷോപ്പുകൾക്കൊക്കെ ഇവർക്കൊക്കെ ഇതേപോലത്തെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതിയല്ലോ അല്ലെ? ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, ഷോപ്പുകൾക്കൊക്കെ നമുക്ക് ബാഗ് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു മേഖലയാണ് പേപ്പർ ബാഗ് നിർമ്മാണം എന്ന് പറയുന്നത്. അതെ. ഇപ്പൊ പൊതുവെ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഇപ്പൊ അത് ഫുള്ള് ഇതായല്ലോ, നിരോധനം ആവുകയും ചെയ്തു. 2 പേര് ചേർന്ന് തുടങ്ങുന്ന ഒരു യൂണിറ്റിന് നമുക്ക് 75% വരെ ഗവൺമെന്റ് സബ്സിഡി തരുന്നുണ്ട്. ഈ മെഷീന് അങ്ങനെ 75% സബ്സിഡി വരുന്ന സ്കീമുകളുണ്ട്. അതിന് നമുക്ക് 35% സബ്സിഡീസ് ഉണ്ട്. വ്യവസായ വകുപ്പിന്റെ സബ്സിഡീസ് ആണ്. നമ്മൾ ചെയ്യുന്നതല്ല, ഗവൺമെന്റിന്റെയാണ്. അപ്പൊ അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ 3 ലക്ഷം രൂപ വരെയാണ് ഇവിടുത്തെ ലോക്കൽ ഇനീഷ്യേറ്റീവ് മനസ്സിലാക്കിയത്. അവിടെ ഓരോരിലും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എവിടെയൊക്കെ നമുക്ക് 3 ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്ടുകൾക്ക് 2 പേര് മിനിമം ചേർന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 75% വരെ ഉണ്ട്. നോർമലി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 35% നമുക്ക് വരെ നമുക്ക് സബ്സിഡീസ് ഉണ്ട്. അത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് അതിൽ വരും. ജസ്റ്റ് നമ്മൾ വീണ്ടും അതിന്റെ ഉള്ളിലേക്ക് വെച്ച് നമ്മള് ഒരു സെക്കൻഡ് കൊണ്ട് വീണ്ടും പുറത്ത് സ്പീഡ് എത്ര വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ബേസിക് സ്പീഡിലാണ് ഹൈ സ്പീഡിൽ വെച്ചാൽ അത് ഹൈ സ്പീഡാണ് കേട്ടോ. അത് അവര് സ്പീഡ് കൂട്ടി കാണിച്ചു തരികയാണ് നമുക്ക്. ഇത് 1/2 സെക്കൻഡിലാണ് ഇത്രയും വലിയ പേപ്പർ വന്നത്. 2 അടി 2.25 അടിന്റെ ആ ഒരു പേപ്പർ പുറത്ത് വന്നത് അല്ലെ? സ്പീഡ് കൂട്ടിയിട്ട് സ്പീഡ് ഇത് ഏറ്റവും ബേസ് സ്പീഡാണ്. നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്യാം. സ്പീഡിനനുസരിച്ച് എത്ര വേണേലും നമുക്ക് ചെയ്യാം. അതെ, ഒറ്റ ബട്ടണിൽ സ്റ്റോപ്പ് ആവും. അതെ, നമുക്ക് ഇത്രയാണ് നമുക്ക് പേപ്പർ ബാഗുകൾ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വരുന്നത് മാനുവലി വരുന്ന ഫോൾഡിങ്സ് ആണ്. നമ്മൾ മാനുവലി ഉള്ള ഫോൾഡിങ്സ് ചെയ്തിട്ട് ഇനി ഇതിനെ ഫോൾഡ് ചെയ്യാം. മടക്കുക, അടിഭാഗം ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇത് ഇത്രയും നമുക്ക് ഈ ഒരു ക്രീസിംഗ് മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതിനെ ഗസറ്റ് എന്നാ പറയാ പേപ്പർ ബാഗിന്റെ ലാംഗ്വേജിൽ. ഗസറ്റ് റെഡിയായി. 1 സൈഡ്. രണ്ടാമത്തെ സൈഡ് നമ്മൾ ഗസറ്റ് മേക്ക് ചെയ്യുന്നു. ഈ സൈഡും ഗസറ്റ് റെഡിയായി. ഇതൊക്കെ എത്ര സിമ്പിൾ പരിപാടിയാണ് അല്ലെ? നമ്മളിത് കടയിൽ നിന്നൊക്കെ ഓരോ ഇതൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇതൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആണെന്നുള്ളത് ഇപ്പൊ കാണുമ്പോഴാണ് അറിയണത്. നമുക്ക് ജസ്റ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രീസിംഗ് ചെയ്തിട്ടുള്ള മാർക്കിൽ കൃത്യമായിട്ട് ഫോൾഡ് ചെയ്യാതെ അതായത് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ സൈഡും നമ്മൾ
ബോട്ടം ഓപ്പൺ ചെയ്തു. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോ ഇതിന്റെ ക്ലാസ് നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലെ? ട്രെയിനിങ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊടുക്കാം, പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊടുക്കുക, അല്ലാത്തവർക്ക് കൊടുക്കും അല്ലെ? അതിപ്പോ ജസ്റ്റ് ഒന്ന് അറിയണം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ രീതിയിലുള്ള പിന്നെ മിഷൻ പിന്നെ വാങ്ങിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആയി. പേപ്പർ ബാഗ് ആയി. നോക്ക്, ഇതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഹാൻഡിൽസ് ഉണ്ട്. അത്ര നേരം ചെയ്ത പേപ്പർ ബാഗാണ് നമുക്ക്. എത്ര സിമ്പിൾ ആയിട്ടില്ലേ? ഇത് കൂടിക്കഴിഞ്ഞാൽ ആകെ നമ്മൾ ഇതിന്റെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ വർക്ക് പറഞ്ഞ ഒരു 1.5 മിനിറ്റിന്റെ വർക്ക് ആയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ അല്ലെ? സിമ്പിൾ ആയിട്ട് അല്ലെ പരിപാടി. ഇതിന് കൂടുതൽ മെഷീനറീസിന്റെ സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ക്രീസിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾക്ക് കൈകൊണ്ട് ഫോൾഡ് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൈകൊണ്ടാണ് ഗമ്മിങ് ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു മെഷീൻ വാങ്ങിച്ചാലും തൽക്കാലം എല്ലാ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഒറ്റ മെഷീൻ മാത്രം മതി. എൻലാർജ് ആയിട്ട് നമുക്ക് വലിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങാനാണെങ്കിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, അങ്ങനെ കുറെ ഓപ്ഷൻ തുടങ്ങാം. ഇതിന്റെ ഹാൻഡിൽസ് ഇതിപ്പോ നോർമലി നമുക്ക് 100% പേപ്പർ ആയിട്ട് വരുന്ന ഹാൻഡിൽ. നമുക്ക് ഹാൻഡിൽ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ അല്ലെ? നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ കിട്ടും. അതിന്റെ തന്നെ ഫ്ലാറ്റ് ഹാൻഡിലാണ് കുറച്ചുകൂടി ക്വാളിറ്റി ക്വാളിറ്റി കൂടി അതിലാണെങ്കിൽ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന്റെ അകത്തായിട്ട് നമ്മൾ ജസ്റ്റ് അതിന്റെ അകത്ത് ഒട്ടിക്കുകയാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹാൻഡിൽ. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ടൈപ്പിലുള്ള ക്ലോത്തിന്റെ ഹാൻഡിൽസ് വരുന്നുണ്ട്. ഇതേപോലെ വേണമെങ്കിലും ഇത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഓർഡർ കൊടുത്താലും നിങ്ങൾ എത്തിച്ചു കൊടുക്കും അല്ലെ? ഈ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. കുറെ ടൈപ്പില് നമുക്ക് അതിന്റെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഇതിലൊക്കെ. ഇതല്ലാതെ നമുക്കിത് ഇത് മൊത്തമായിട്ട് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കും ചെയ്യാം അല്ലെ? കട്ട് ചെയ്ത് കെട്ടി വെക്കാവുന്ന രീതിയിലുള്ള ഹാൻഡിൽ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വില കുറവാണ്. ഇത് മൊത്തമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കിലോ ബേസിലാണ് വാങ്ങിക്കുന്നത്. കിലോ ബേസിൽ അതിങ്ങനെ ഇതിൽ ഹോൾസ് ഇട്ടിട്ട് നമ്മള് ഓരോരോ ബാഗിന് എങ്ങനെ അളവെടുക്കേണ്ടത്, ഓരോ ബാഗുകൾക്ക് എങ്ങനെയാണ്. ഇതിലിനി നമുക്ക് പ്രിന്റിങ് എന്തെങ്കിലും കളർ പേരൊക്കെ വരണമെങ്കിൽ അത് എങ്ങനെ ചെയ്യണേ? അത് തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രിന്റിംഗ് ആണ് മേജർ ആയിട്ട് വരുന്നത്. ഒന്ന് സ്ക്രീൻ പ്രിന്റിംഗ്. സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ കളർ ആയിട്ട് വരുന്ന പ്രിന്റിംഗ്, ഒറ്റ കളറിൽ വരുന്ന പ്രിന്റിംഗ് ആണ് നമ്മൾ സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മൾട്ടി കളർ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ്. ഡിജിറ്റൽ പ്രിന്റിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു പേപ്പർ ബാഗ് നിർമ്മാണത്തിന് മാത്രമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അത്യാവശ്യം വില വരുന്ന മെഷീനാണ്. അത്രയും ക്വാണ്ടിറ്റി പ്രിന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് പ്രോഫിറ്റ് വരാൻ പറ്റും. പിന്നെ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നത് സ്ക്രീൻ പ്രിന്റിംഗ് ആണ്. സ്ക്രീൻ പ്രിന്റിംഗ് നമുക്ക് മാനുവൽ ആയിട്ടും ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ടും ചെയ്യാം. രണ്ട് മെഷീൻ ഉണ്ടല്ലേ? അപ്പൊ അത് നമ്മളിപ്പോ ഈ ഒരു മെഷീൻ വാങ്ങിക്കുമ്പോ അത് കൂടെ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പൊ പ്രിന്റ് ചെയ്യുമ്പോൾ നിർബന്ധമില്ല അല്ലെ? പിന്നെ വലിയ ലെവലിലൊക്കെ ചെയ്യണ ആളുകളൊക്കെ ആണെങ്കിൽ അതും ഒക്കെ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് 10,000 രൂപയ്ക്ക് വില വരുന്ന മെഷീനറീസ് 10,000 രൂപയ്ക്ക് വില വരുന്ന യൂണിറ്റ് തന്നെ ഉണ്ട്. 15,000 രൂപയുടെ യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മെഷീന് അതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ ഇങ്കുകൾ ഡിഫറെന്റ് കളറിൽ ഇങ്ക് ഉണ്ടാവും, അതിന്റെ സ്ക്രീൻ ഉണ്ടാവും, അതിന്റെ യൂസർ ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം ആയിട്ട് വരുന്ന യൂണിറ്റുകളാണ് നമുക്ക്. ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ പേപ്പർ ബാഗിന്റെ പരിപാടി ഇത്രേ ഉള്ളൂ അല്ലെ? പ്രിന്റ് ചെയ്യാം. ഇനിയിപ്പോ അടുത്തത് നമ്മൾ എന്താ അടുത്ത മെഷീൻ എന്താ നമ്മള് പരിചയപ്പെടാൻ പോകുന്നത്? പ്രിന്റിംഗ് ചോദിച്ചത് മാനുവൽ ആയിട്ടുള്ള പ്രിന്റിംഗ് നമുക്ക് ആദ്യം കാണിച്ചു. അപ്പൊ അതിന്റെ പ്രിന്റിംഗ് നമുക്ക് ആദ്യം കണ്ട് കാണിച്ചു കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ കേട്ടാ, നിർബന്ധമല്ല, വേണമെന്നുണ്ടെങ്കിൽ വലിയ യൂണിറ്റ് വലിയ ഇതിലൊക്കെ ചെയ്യണം എന്നുള്ള ആളുകളാണെങ്കിൽ അതിന് എന്താ റേറ്റ് പറഞ്ഞതിന്റെ 10,000 രൂപ യൂണിറ്റുകളുണ്ട് അല്ലെ? മെഷീനറീസ് ഉണ്ട് പ്രിന്റ് ചെയ്യണത്. 10,000 രൂപയ്ക്ക് അപ്പൊ ഒരു സാധാ ഒരു ചെറിയൊരു തുണിക്കട അങ്ങനെ ചെറിയൊരു കടയൊക്കെ ആണെങ്കിൽ ഇപ്പൊ അവർക്ക് നിർബന്ധമായിട്ട് പ്രിന്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു 10,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതിയോ? നമുക്ക് ഈ പ്രിന്റിംഗ് മെഷീൻസ് ആളുകൾ കൂടുതൽ വാങ്ങിക്കുന്നത് ചെറിയ ചെറിയ ടെക്സ്റ്റൈൽസ് ആണ്. അതെ, ടെക്സ്റ്റൈൽസിൽ 10,000-15,000 രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ചുമ്മാ അവരുടെ ബാഗുകൾ പ്രിന്റ് ചെയ്യാതെ വാങ്ങിച്ചത്. കാരണം ഈ പ്രിന്റ് ചെയ്യാതെ വാങ്ങിക്കുന്ന ബാഗുകൾ റെഡിമെയ്ഡ് ആയിട്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് കിട്ടും. പ്രിന്റ് ചെയ്ത ബാഗുകളാണ് അവർക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ട് വാങ്ങിക്കുന്നത്. നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോഴും പ്രിന്റ് ചെയ്യാതെ വാങ്ങിക്കുമ്പോഴും ബാഗിന്റെ വിലയിൽ വ്യത്യാസം വരും. പ്രിന്റിങ്ങിന്റെ കോസ്റ്റുകൾ ഏകദേശം 1 രൂപ 1.5 രൂപയൊക്കെ നമുക്ക് പ്രിന്റിങ്ങിന് നമുക്ക് ഇവര് ചാർജ് ചെയ്യും. 1 രൂപ തൊട്ട് 2 രൂപ 2 രൂപയൊക്കെ പ്രിന്റിങ്ങിന്റെ സൈസ് അനുസരിച്ചിട്ട് ചാർജ് ചെയ്യും. പക്ഷെ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 20 പൈസ 30 പൈസ റേറ്റില് നമുക്ക് ഇതിന്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് കോസ്റ്റ് വരുള്ളൂ. നമുക്ക് അത്രയും പ്രിന്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ അടുത്ത് നമുക്ക് പ്രിന്റിംഗിന്റെ അത് നോക്കാം അല്ലെ? ഓക്കെ. പ്രിന്റിംഗ് ചെയ്യണ മെത്തേഡ് അല്ലേ? ഇതിന്റെ ഇങ്ക് നമ്മൾ ഈ കാണുന്ന സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ നമുക്ക് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. കുറച്ച് വളരെ ലൈറ്റ് ആയിട്ട് മാത്രം കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യണം, കട്ടി കുറയ്ക്കാൻ വേണ്ടിട്ടല്ലേ? ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടിട്ടല്ലേ?
ഈ ഫ്രെയിം ഒക്കെ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും. നമ്മൾ തന്നെ ചെയ്യും. ഇപ്പൊ നമുക്കിപ്പോ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അവരുടെ ഫോൺ നമ്പർ, അഡ്രസ്, കടപ്പേരൊക്കെ സ്ക്രീനെല്ലാം നമ്മൾ തന്നെ മേക്ക് ചെയ്ത് കൊടുക്കും. അവർക്ക് ചെയ്തു കൊടുക്കും അല്ലെ? അവർക്ക് എന്താണ് അവരുടെ ഡിസൈൻ തന്നു കഴിഞ്ഞാൽ അവരുടെ ഡിസൈനോ ലോഗോയോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഈ ഒരു സെറ്റ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് അത് ഈ പേപ്പർ ബാഗ് എടുക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നോക്കി നോക്കാം നമുക്ക് എങ്ങനെ ഈ പ്രിന്റിംഗ് എന്നുള്ള എങ്ങനെ നോക്കി നോക്കാം. ഞാനത് കുറച്ച് വളരെ കുറച്ച് ഇങ്ക് ഞാൻ അത് സിമ്പിൾ പരിപാടിയാണ് കേട്ടാ. ഇതിപ്പോ അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല അല്ലെ? ചെറിയൊരു ഇതുള്ളൂ അല്ലെ? ആവശ്യമില്ല എന്നാണ് പറയണത് മറ്റേ പേപ്പർ ബാഗ് വാങ്ങിക്കുന്നതിന്. പക്ഷെ നിങ്ങൾക്ക് അതും വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ചേർത്തി വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കടപ്പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ അങ്ങനെയുള്ള എല്ലാ നിങ്ങൾക്ക് ഇതേപോലെ ഇവർ സെറ്റ് ചെയ്യും. അപ്പൊ ഇതേപോലെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്താലും മതി. ഇവർ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ സ്ക്യൂസർ ഈ ഭാഗത്തേക്കാണ് ഞാൻ വെച്ചത്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടി കാണിക്കുകയാണ് കേട്ടോ. ഈ സാധനത്തിനാണ് സ്ക്യൂസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വൈപ്പ് ചെയ്യുക. അതുകൊണ്ട് വൈപ്പ് ചെയ്യുമ്പോൾ ക്ലിയർ കംപ്ലീറ്റ് ആയിട്ട് അതിങ്ങനെ വൈപ്പ് ആയി പോകും. ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പ്രിന്റ് ചെയ്ത സമയത്ത് ഇതിനെ നമ്മൾ ആദ്യം ഒന്ന് ഇങ്ങനെ പൊക്കി വെച്ച ശേഷം നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കാൻ വേണ്ടിട്ട് അല്ലെ? അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ച ശേഷം പ്രസ് ചെയ്തിട്ട് ഇത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ സമയത്ത് ഇവിടെ 6ന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഈ ഭാഗത്ത് ആയിട്ടില്ല. രണ്ട് പ്രാവശ്യം വലിക്കാൻ പാടില്ല അല്ലെ? നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത് ഈ സ്ക്യൂസർ ചെറുതായതുകൊണ്ട് ഇങ്ങനെ വെച്ച് വലിച്ചാണെങ്കിൽ അത് കറക്റ്റായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്നാലും ഇത് 6ന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ആഹാ വേണ്ട, സൂപ്പർ. നോക്ക്, നമ്മൾ 2 പ്രാവശ്യം വൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് അധികം ഒന്നുകൂടെ നമുക്ക് വൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റാവും. അതിപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അവർക്കുള്ള ക്ലാസ് കൊടുക്കുമല്ലോ, അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഇത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കണ്ടാൽ മതി അല്ലേ? അത്രേ ഉള്ളൂ. ഇത് കാണുന്നത് നോക്ക്, ഇത് അടിപൊളിയായിട്ട് വന്നതാണ്. അടിപൊളിയായിട്ട് വന്നു. ഇതാണ് പ്രിന്റിങ് കേട്ടോ. അതാണ് പേപ്പർ ബാഗില് നമ്മള് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. ആ ബാഗ് എടുക്ക്. ഒന്നും കൂടി പ്രിന്റ് ചെയ്തു. ഇതൊരു കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വൈപ്പ് ചെയ്ത സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല ഭാഗത്തേക്കായിട്ട് പരക്കില്ലേ? അത് ഒറ്റ വലിയ വലിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഒറ്റ വലിയിൽ അത് കവർ ചെയ്തിട്ട് നമ്മളിപ്പോ ഇതിലിപ്പോ കുറച്ച് ഭാഗത്ത് ഇങ്ക് എക്സ്ട്രാ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇങ്ക് പോകുന്ന 1-2 പ്രാവശ്യം നമ്മൾ വേറെ വൈപ്പ് ചെയ്ത് കാണാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് അവർക്ക് എനിക്ക് കുറച്ച് കൊടുത്താൽ മതി. ഇതിപ്പോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അതിന്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, ഇതെല്ലാം നമ്മൾ ഇതിന്റെ എങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണോ അതിൽ വരാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അതിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. നമ്മളൊരു സ്ക്രീൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ജോലിയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ലൈഫ് ടൈം നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. നമുക്ക് ഇതിപ്പോ ക്ലീൻ ചെയ്ത ഭാഗം MSR നേരിയ ഭാഗം ഗ്രൂപ്പ് നേരിയ ഭാഗം ക്ലീൻ ചെയ്തു. നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം അറിയണ്ടല്ലോ. നല്ല ഇതിപ്പോ അവര് വീണ്ടും ഒന്നും കൂടി തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്നും കൂടി വലിച്ചാണ് കേട്ടാ. ഒറ്റ വലി നോക്ക് കണ്ടാ. സൂപ്പർ. ഇതാണ് പേപ്പർ ബാഗിന്റെ കണ്ട. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ എല്ലാത്തിന്റെയും കൂടിയിട്ടുള്ള ഇതാണ് വരുന്നില്ല, ട്രെയിനിങ് കൊടുക്കൂലേ? അത് ചെയ്യുക എങ്ങനെയാണ് മെത്തേഡ്, അതേപോലെ മേക്ക് ചെയ്തത് എങ്ങനെയാ, പ്രിന്റ് ചെയ്തത് എങ്ങനെയാ, അതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിന്റെ സെയിൽ എങ്ങനെയാ ചെയ്യേണ്ടത്, അങ്ങനെ തൊട്ടിട്ടുള്ള A to Z കാര്യങ്ങൾ അവരുടെ സംരംഭം തുടങ്ങിയിട്ട് അവരത് വിജയിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഒരു ആളുകൾക്ക് ഇപ്പൊ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാവും, ഇതെങ്ങനെ ചെയ്യാം, എന്താ എല്ലാം ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും ആഗ്രഹമാണ് ഇതേപോലെയൊക്കെ ചെയ്യണം എന്നുണ്ടാവും. പക്ഷെ ഇത് സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ.
അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കും അല്ലെ? എല്ലാം ശരി. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ മാർക്കിംഗ്, മേക്കിംഗ് എങ്ങനെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, സെയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പൊ ബനിയൻ വേസ്റ്റ് കട്ട് ചെയ്യണത്, പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നത്, അതേപോലെ പ്രിന്റിങ് ചെയ്യണത് എല്ലാം ഞങ്ങൾ 3 മെഷീന്റെ എല്ലാം നമ്മൾ കണ്ടു. ഇനി 4ാമത്തെ മെഷീനാണ്. എന്താ ഇത്? എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം? പേപ്പർ പ്ലേറ്റ്, പാളയുടെ പ്ലേറ്റ്, പ്ലേറ്റുകൾ നീക്കുന്ന മെഷീനാണ്. ആ, നമുക്ക് പേപ്പർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്ലേറ്റുകൾ ഉണ്ട്. റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അങ്ങനെ എല്ലാ പ്ലേറ്റുകളും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പാലയുടെ അരേക്കാൾ ലീഫിന്റെ പ്ലേറ്റുകൾ അത് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഡൈന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് 3 സിലിണ്ടർ ആയിട്ട് വരുന്ന മെഷീനാണ്. ഇത് കൂടാതെ തന്നെ ഇതില് വരുന്നത് അല്ലെ 3 സിലിണ്ടർ. 2 പ്രസ്സിങ്ങിന് വേണമെങ്കിൽ കട്ടിങ്ങിന് യൂസ് ചെയ്യാം. ഇത് കട്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് 3 വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ഇത് ചേഞ്ച് ചെയ്തിടാം അല്ലെ? ഏത് വേണമെങ്കിലും കട്ടിങ്ങിന് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും പ്രസ്സിങ്ങിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കിത് ഹൈഡ്രോളിക്കിൽ വരുന്ന മെഷീൻ. ഇതിന്റെ തന്നെ ഏറ്റവും പ്രൈസ് ബഡ്ജറ്റ് ആയിട്ട് ചെറിയ പ്ലേറ്റുകൾ മാത്രമാണ് മേക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിന് തന്നെ നമുക്ക് ന്യൂമാറ്റിക്കലി എയർ കംപ്രസറിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനറി കൂടി ഉണ്ട്. നമുക്ക് അതോട് കാണിക്കാം. അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ചെറിയ പ്രൈസേ വരുള്ളൂ ഇതിനെ അപേക്ഷിച്ച്. പ്രൈസിൽ വ്യത്യാസം വരും. ഇത് നമുക്ക് കട്ടിങ്, നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലേഡുകളാണ് നമുക്ക് പേപ്പറിന്റെ 6 ഇഞ്ചിന്റെ ഒരു കട്ടിംഗ് ബ്ലേഡ്. 6 ഇഞ്ചിന്റെ കട്ടിംഗ് ബ്ലേഡ് അല്ലെ? അതിൽ എല്ലാ സൈസും വരുന്നുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും. ഇത് 9 ഇഞ്ചിന്റെ അല്ലെ? പേപ്പർ നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും സൈസ് വേണ്ട. അപ്പൊ ഇത് പ്രസ് ചെയ്യാനുള്ള ഡൈ ഒക്കെ ഇതിനനുസരിച്ച് സൈസിലുണ്ട് അല്ലെ? ഇത് ബ്ലേഡ്. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഞാനിപ്പോ പേപ്പർ, ഇപ്പൊ ഞാൻ സ്ക്വയറിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച പേപ്പറാണ്. അതിൽ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് വെറുതെ വെച്ചിട്ട് മുകളിലേക്ക് പ്രസ് ചെയ്യാം. നമുക്ക് ഇതാണ് ഇതിന്റെ കൺട്രോൾസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടുത്തെ റിലീഫ് പൊക്കി പിടിച്ചു കഴിഞ്ഞാല് പൊങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് താത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് വന്ന് താഴെ. ഇതിന്റെ സ്പീഡ് നമുക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ഇവിടെ കട്ടാവും. നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ എത്ര പ്ലേറ്റ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന്റെ കപ്പാസിറ്റീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സിലിണ്ടർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. ചിലർ പറയും കട്ടിംഗ് മെഷീൻ സെപ്പറേറ്റ് ആയിട്ട് വേണം, ചിലർക്ക് ഇതിൽ തന്നെ കട്ടിംഗ് ഉള്ളത് മതി. ഇത് നമുക്ക് ചെറിയ കുറച്ച് പേപ്പേഴ്സ് മാത്രം ഇതിൽ വെച്ച് എത്ര സിമ്പിൾ ആയിട്ട് കട്ടായി അല്ലെ? ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ ഈ പേപ്പർ പ്ലേറ്റ് ആണ് ഇപ്പൊ കൂടുതലും ഇപ്പൊ കല്യാണങ്ങൾക്ക്, അതേപോലെ വലിയ വലിയ പാർട്ടികൾക്ക് എല്ലാം തന്നെയാണല്ലോ ഇപ്പൊ വലിയ ഹോട്ടലുകളിലുള്ള വലിയ ഫംഗ്ഷൻ നടത്തുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് അല്ലെ? ഇതുപോലെ അത് അതില് വെച്ചിട്ട് നമ്മള് പ്രസ് ചെയ്യാണല്ലേ? ഇത് കണ്ട പ്ലേറ്റ് നോക്ക്, സിമ്പിൾ ആയിട്ട് കണ്ടോ? നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് 2, 3 ഒരു 5 സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ അല്ലെ ഒരു പ്ലേറ്റിന്റെ ഒരു ഇതിന്? അത്ര ആവശ്യമില്ല. കണ്ട പ്ലേറ്റ് ആയിട്ട് നമുക്ക് റൗണ്ട്, സ്ക്വയർ, നമുക്ക് ഏത് ലൈവ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പേപ്പർ ആക്ച്വലി എന്റെ പഴയ സ്റ്റോക്കുള്ള പേപ്പറാണ്. ഇത് ആക്ച്വലി ബാൻ ചെയ്യപ്പെട്ട പേപ്പറാണ്. ഈ പേപ്പറെല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ഈ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന്റെ ഒക്കെ ക്ലാസ്സും കൊടുക്കുന്നുള്ളതാണ്. ഈ മെഷീനൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ എങ്ങനെ ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ A to Z കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവര് പറഞ്ഞു തരും കേട്ടോ. അതേപോലെ തന്നെ മെഷീൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഡെലിവറി ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ അതെങ്ങനെ ഇപ്പൊ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ ചെയ്തു. ദുബായിക്ക് ഇപ്പൊ റീസെന്റ് അടുത്തൊരു മെഷീൻ പോകുന്നുണ്ട്. നമുക്ക് ഈ ജ്വല്ലറി ബോക്സസ് റിജിഡ് ബോക്സ്, റിജിഡ് ബോക്സിന്റെ മെഷീൻ ഇപ്പൊ നമുക്ക് ദുബായിലേക്ക് പോകുന്നുണ്ട്. ഇതിപ്പോ ഡെലിവറി ചാർജ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങളിപ്പോ ഏരിയ അനുസരിച്ചുള്ള അതിന്റെ തന്നെയാണ് അല്ലെ? അതിന്റെ പല ഇതിലും നമ്മൾ ഫ്രീ ഡെലിവറീസ് കൊടുക്കുന്നുണ്ട്. മോസ്റ്റ് ആയിട്ടുള്ള മെഷീൻസ് എല്ലാം നമ്മുടെ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഫ്രീ ഡെലിവറി ഉണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ഇതൊക്കെ ആകുമ്പോ ചെറിയൊരു ചാർജ് അതിനനുസരിച്ചുള്ളത് വരും അല്ലെ? അപ്പൊ ഈ സാധനം കട്ട് ചെയ്ത ഈ ഒരു പ്ലേറ്റ് ആണ് നമ്മളിപ്പോ ഇതിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് അത് എടുത്തത്. കണ്ട അത്ര അടിപൊളിയായിട്ട് കണ്ട സിമ്പിൾ ആയിട്ട് കണ്ട പരിപാടി വന്ന് കണ്ട
ഇതില് കട്ടിങ് ഉണ്ട്. ഇത് ചെറിയ പ്ലേറ്റ് ഒക്കെ ഏത് സൈസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ചെറുതും വലുതുമായ ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ഡൈ മാറ്റി വെക്കാൻ പറ്റും. അതേപോലെ പ്ലേറ്റ് നമുക്ക് ഇതേപോലത്തെ പ്ലേറ്റ് വേണമെങ്കിൽ അത് ഇതിൽ പ്രസ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ഈ പ്ലേറ്റ് കണ്ട എത്ര വേണമെങ്കിലും. ഇതിലിപ്പോ ഒരു ദിവസം നമുക്കിപ്പോ ഏകദേശം എത്ര പ്ലേറ്റ് ഇതേപോലെ ചെയ്യാൻ പറ്റും? ഒരു 3000 പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം അല്ലെ. ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ നമുക്കൊരു ബിസിനസ് ഇപ്പൊ വയസ്സായ ആളുകൾക്കോ അതേപോലെ വീട്ടിലിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ചെറിയ റൂം ഉണ്ടെങ്കിൽ ഇരുന്നോടെ ഇരുന്നിട്ട് സുഖമായിട്ട് ചെയ്യാം അല്ലെ. ഇതിൽ നമുക്ക് ഇതിന് സബ്സിഡി ഉണ്ടാ? സബ്സിഡി ഉണ്ട് അല്ലെ? ഇതിന് എത്ര ഉണ്ട്? ഇതിപ്പോ നമുക്ക് 3 ലക്ഷം രൂപയുടെ താഴെ വില വരുന്ന മെഷീനറീസ് ആണല്ലോ. ഇതിനൊക്കെ നമുക്ക് 2 ആൾ ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് യൂണിറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് 75% വരെ സബ്സിഡി കിട്ടും. നോർമലി നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 35% സബ്സിഡി ആണ് അല്ലേ. റിക്വയർമെന്റ് ബേസ് ചെയ്ത് ചിലർക്ക് ഈ സിലിണ്ടർ ഇത് കട്ടിങ് കുറച്ചുകൂടി ഹെവി കപ്പാസിറ്റി വേണം. അപ്പൊ ഇതിന്റെ റേറ്റിന്റെ കാര്യത്തിൽ പറയാന്നുണ്ടെങ്കിൽ മെഷീനത്തെ ഒക്കെ നമ്മൾ റേറ്റ് പറയാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഇതനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ മോഡലുകൾ ഉണ്ടാവും. ചിലപ്പോ ഇതിനനുസരിച്ച് കട്ടിങ് വേണ്ട, നമുക്ക് ബെൻഡിങ് മാത്രം മതി. അതേപോലെ മറ്റേ പേപ്പർ ബാഗിന്റെ ആണെങ്കിൽ നമുക്ക് പ്രിന്റിങ് വേണ്ട, ഇത് മാത്രം മതി എന്നുള്ള ഓരോ ഇതുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ കോൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം എങ്ങനെയാണെങ്കിൽ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കൂട്ടോ. ഇവരുടെ നമ്പറും ഫുൾ അഡ്രസ്സും അതേപോലെ ഇവരുടെ ഫോൺ നമ്പറും എല്ലാം നമ്മൾ ഫസ്റ്റ് കമന്റിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മെഷീന്റെ ഒക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തനിത്തനിയായിട്ട് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ അറിയാന്നുണ്ടെങ്കിൽ ഷോർട്ടിൽ പോയി നോക്കാം. അതേപോലെ ലെങ്ത് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാ മെഷീനും നമ്മൾ മെഷീന്റെ അതേപോലെ വർക്ക് ചെയ്യിപ്പിക്കണേന്റെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് നമ്മൾ 2-3 ഭാഗമായിട്ട് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. അതേപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആളുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ. ഒന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും 100% ഒരു ഉപകാരം കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത മെഷീനിക്ക് പോകും. അപ്പൊ നമ്മൾ ഏകദേശം പറയണേ 1, 2, 3, 4 മെഷീൻ കഴിഞ്ഞു. ഇനി അടുത്ത 5ാമത്തെ മെഷീനിക്ക് പോവാട്ടോ. അതിന്റെ പ്രവർത്തനവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളിവിടെ ലോകം മുഴുവൻ ഓടി നടന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കൂടെ തരണം എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ ഈ എല്ലാ വീഡിയോസും ഇടുന്നത്. എല്ലാ മെഷീൻ കാര്യങ്ങൾ അതേപോലെ ടൂൾസ് വണ്ടികളുടെ അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടാ. ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോട്ടോ. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമുക്ക് ഇതേപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് വിടണേ. അപ്പൊ നമ്മുടെ അടുത്ത മെഷീൻ നമുക്ക് എന്താണെന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ ആ മെഷീന്റെ തന്നെ ഡൈകൾ അവിടെ തന്നെ 2-3 ഡൈ കണ്ടു. അപ്പൊ അതിന്റെ ഇത് റേറ്റ് അതിനെ വെച്ചിട്ട് ചെറിയ റേറ്റ്. ഹൈഡ്രോളിക് ആണ്, ഇത് ന്യൂമാറ്റിക് ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് വലിയ പ്ലേറ്റുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പ്രസ്സിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് അത് ഹൈഡ്രോളിക് ആണ്. അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ആയിട്ട് വരുന്ന മെഷീനാണ്. നമുക്ക് അതേ സെയിം അതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കും. ഇതാകുമ്പോ റേറ്റും കുറച്ച് കുറവ് വരില്ലേ. സാധാരണയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പ്ലേറ്റ് ഒക്കെ ഉണ്ടായിട്ട് വല്ല കടയിലേക്ക് സപ്ലൈ ചെയ്യാൻ ഓർഡർ പിടിച്ചിട്ടൊക്കെ കൊടുക്കും ചെയ്യാല്ലേ. ഒരു ചെറിയൊരു ലെവലിൽ നമുക്ക് ബഡ്ജറ്റ് എടുക്കാൻ പറ്റും. അതിന്റെ പകുതി കൂടെ വരില്ല. അതെ, അതൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് നോക്കി നോക്കാം. കാലില്ല, അത് രണ്ടിലും ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി അല്ലേ. പ്രസ് ചെയ്യുമ്പോ അതാ കണ്ടാ പ്രസ്സായി. ഇതിലും അതേപോലെ തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്താൽ മതി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാട്ടോ. എന്ത് കാര്യങ്ങളും കൂടുതലും നമ്പറിൽ വിളിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോക്ക് ഉണ്ടോ ചെറിയ പ്ലേറ്റുകളൊക്കെ. അതെ വരും. അതെ, കഴിഞ്ഞു. ഇതിന്റെ ചെറിയൊരു വിഷയം അല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് മെഷീൻ ഇപ്പൊ പരിചയപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഒരു 4-5 എണ്ണം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത മെഷീനാണ്. അപ്പൊ ഇതെന്താ നമ്മുടെ മെയിൻ ആയിട്ട് ഇത് എന്താ സംഭവം? ഈ മെഷീന് ബോക്സുകൾ മേക്ക് ചെയ്യാനുള്ള മെഷീൻ. പേപ്പർ ബോക്സ് അല്ലേ. ഇതൊക്കെ ഡൈ ആണ് അല്ലേ. നമുക്കൊരു 250 ഗ്രാമിന്റെ 5x5 എന്നുള്ള സൈസ് ഡയ്യ. ഇത് നമുക്ക് സോപ്പ് ബോക്സിന്റെ ഡയ്യ. അപ്പൊ സോപ്പ് ബോക്സ് ടൈപ്പ് എന്ത് വേണമെങ്കിലും അല്ലേ. എന്ത് ടൈപ്പ് വേണമെങ്കിലും, കാർട്ടൂൺ ബോക്സ്, പിസ്സ ബോക്സ്, കൊറിഗേറ്റഡ് ബോക്സ്, അങ്ങനെ എല്ലാ ടൈപ്പ് ബോക്സുകളും നമുക്ക് ഒരു മെഷീൻ
മേക്ക് ചെയ്യാൻ പറ്റും. മേക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ ഈ മറ്റു നിർമ്മാണങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് വരുന്ന ഒരു മേഖലയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരുപാട് പേർക്ക് ഇപ്പൊ അറിയാണ്ടിരിക്കുക. എന്താ വെച്ചാൽ എന്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. ഞാൻ കോയമ്പത്തൂരൊക്കെ പോകുമ്പോ അതിനെ കുറിച്ച് അന്വേഷിച്ച് വീഡിയോ ഇടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇതിപ്പോ നമ്മളവിടെ ഉള്ള കാരണം കൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവർക്ക് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഭയങ്കര സിമ്പിൾ പരിപാടി അല്ലേ? പേപ്പർ ഇതിന്റെ സൈസ് കൂടെ അല്ല, വലിയ പേപ്പർ. വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മെഷീനിലേക്ക് ഫീഡ് ചെയ്താൽ മാത്രം മതി. അതെ, നമുക്ക് 2 പേര് വർക്ക് ചെയ്യാൻ പറ്റും. ആ സൈഡിൽ നിന്ന് ഒരാൾ വർക്ക് ചെയ്യാം, ഈ സൈഡിൽ വർക്ക് ചെയ്യാം. ഞാൻ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇവിടെ മെഷീൻ ഒന്ന് ഓൺ ചെയ്യാം. ഈ മെഷീൻ ഇവിടെ നിന്ന് ഓൺ ചെയ്യാം. അത് ഫിറ്റ് ചെയ്യണം, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന്റെ സ്വിച്ചൊക്കെ നമുക്ക് അത് നമുക്കൊന്ന് അതിന്റെ ഇതൊന്ന് ട്രെയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് മെഷീനിലേക്ക് വെച്ചു, ഡൈലേക്ക് വെച്ചു. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഇതാ ഫീഡ് ചെയ്തു. അങ്ങനെ അപ്പുറത്ത് വന്നു. നല്ല ഷേപ്പില് ബോക്സ് ആയിട്ട് നമ്മളിതൊന്നും ചെയ്യാനില്ല. ഓൾറെഡി ഷേപ്പിൽ കട്ടായിട്ട് വന്നു. ഇനിയിപ്പോ നമ്മളിതൊന്ന് എടുക്കുക. ഇത് നമ്മൾ മടക്കേണ്ട ആവശ്യമില്ല. പലരും ചോദിക്കുന്നത് നമ്മളിനി മടക്കണ്ടേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്ത് വന്നാൽ തന്നെ പിന്നെ ഈ ഒരു കട്ടിങ്ങിൽ വെച്ച് നമ്മൾ മടക്കുക തന്നെയാണ്. ഇത് നമ്മൾ ഇനിയിപ്പോ ഒരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് അവർ എപ്പോഴാണോ ഇതിന്റെ മേലെ ഒരു കേക്ക് വെക്കുന്നത് അപ്പോഴേ അവർക്ക് നമുക്കിത് മടക്കേണ്ട കാര്യമുള്ളൂ. അതെ, ഇത് നമുക്ക് ബോക്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ആയിട്ട് കിട്ടി. അടിപൊളി സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് അത് ഫുള്ള് കട്ടിങ് ആണ് അല്ലെ. ഇതിപ്പോ സോപ്പ് ബോക്സ്, അതേപോലെ ചെരുപ്പ് ബോക്സ്, അതേപോലെ എന്ത് ബോക്സ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വിഷയം പറ്റില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ എത്ര എണ്ണം വെച്ചിട്ട് എത്ര പേപ്പർ വെച്ചിട്ട് ഓരോന്ന് വെച്ചിട്ട് അല്ലെ. കട്ടിങ് മാത്രമല്ല, ഇവിടെ ഒരു ക്രീസിംഗ് കൂടെ വരുന്നത് കണ്ടോ. അത് മൾട്ടിപ്പിൾ പേപ്പേഴ്സ് വെച്ച് ഒന്നിനെങ്കിൽ ഈ ക്രീസിംഗ് കിട്ടില്ല. നമ്മൾ ക്രീസിംഗ് കിട്ടാൻ വേണ്ടി പ്രഷർ കൂടുതൽ കൊടുത്താൽ ആ മുകളിൽ വെക്കുന്ന പേപ്പർ നമുക്ക് കട്ടായി പോകും. അതെ. ഇതിലിപ്പോ നമുക്ക് സൈസ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മെഷീനിൽ. ഇതിൽ നമുക്ക് മെഷീനിൽ 24 ഇഞ്ചിന്റെ മെഷീനിൽ 42 ഇഞ്ച്, 60 ഇഞ്ച്, വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ നമ്മുടെ ആവശ്യത്തിന് റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചോദിക്കാന്നുണ്ടെങ്കിൽ ബോക്സ് ആണ് വേണ്ടത് മെഷീൻ ചൂസ് ചെയ്തു. നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കുറെ ഇതിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വന്നൊരു കപ്പ് ക്യാരിയേഴ്സ് ആണ്. നമുക്ക് KFC, മക്ഡൊണാൾഡ്സ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്ന് മടക്കിയാൽ മെഷീനിൽ ഒന്നും കൂടി ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതിന്റെ പേപ്പറും കാര്യങ്ങളും എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇവരുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. അതേപോലെ തന്നെ പേപ്പറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കൂലേ നിങ്ങള്. അതെ, അതേപോലെ ഇതിന്റെ ക്ലാസ്സും തരുന്നുണ്ട് കേട്ടോ അവര്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്ക് വേണമെങ്കിലും ഈ മെഷീൻ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഫ്രീ ക്ലാസ് തരുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് മാത്രം മതി, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം എന്നുള്ളവർക്കും ഇവരെ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. നമുക്ക് മേജർ ആയിട്ട് വരുന്ന സ്ഥാപനങ്ങളൊക്കെ കട്ടായി പോകാത്തല്ല, നമുക്കിത് ഫോൾഡ് ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തിരിക്കുന്നത്. അതെ, ഇത് നമ്മൾ 2 കപ്പ് വയ്ക്കും, നമ്മൾ പേപ്പർ കപ്പാ. അപ്പൊ നമുക്ക് 2 കപ്പിനായിട്ടൊരു ബാഗ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നഷ്ടം. അത് ക്യാരി ചെയ്ത് പോകും. അപ്പൊ 2 പേപ്പർ കപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് എടുത്തോണ്ട് പോവാം. 2 പേപ്പർ കപ്പ് കൂടെ സുഖമായിട്ട് നിൽക്കും. കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകും. അതിന്റെ തന്നെ നമുക്ക് സിംഗിൾ ആയിട്ട് വരുന്ന ഡൈ ഉണ്ട്. സിംഗിൾ ആയിട്ട് വരുന്നതുകൊണ്ട് അതിനൊക്കെ ഓരോ ഡൈകളാണ്. ഈ ഡൈ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്ത് ഇവർക്ക് എന്തൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടോ, എങ്ങനത്തെ ബാഗാണോ അല്ല എങ്ങനത്തെ ബോക്സ് ആണോ വേണ്ടത് വെച്ചെങ്കിൽ അതിന്റെ ഡൈകളും കാര്യങ്ങളും അവരടുത്ത് പറഞ്ഞു വിചാരിക്കും. ഇതേപോലുള്ള പേപ്പർ ബോക്സ് ഒക്കെ റെഡിയാക്കാൻ ഇപ്പൊ നല്ല പണിയുണ്ട്. അതേപോലെയുള്ള അതിനുള്ള നല്ല ഇതൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊരു ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഈ ഒരു സാധനം കട്ടായി വന്നു എന്നുള്ളതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഏത് ബോക്സ് വേണമെങ്കിലും ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഏത് ബോക്സ് വേണമെങ്കിലും, എത്ര വലിയ ബോക്സോ ചെറിയ ബോക്സോ ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഏത് സൈസ് ആണെങ്കിൽ ഇതേപോലത്തെ ഡൈ നമ്മൾ സെറ്റ് ചെയ്യണം. അത് ഇവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പം നമുക്കിപ്പോൾ സോപ്പിൻ്റെ ബോക്സോ വേണമെങ്കിലോ, അതേപോലെ ചപ്പൽ ബോക്സോ, അതേപോലെ വേറെ എന്തെങ്കിലും ഇപ്പൊക്കെ ഒരുപാട് പേര് വീടുകളിലൊക്കെ ഒരുപാട് ഇതൊക്കെ ഇങ്ങനെ തനിയെ ഒരുപാട് പേര് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ബോക്സ് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ അനുസരിച്ച് ഈ മെഷീനിലും വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ മെഷീൻ
മെഷീനുകളുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൽ ഈ ഒരു മെഷീനുകളൊക്കെ ഒരുപാട് മെഷീൻ സാധനങ്ങൾ പറഞ്ഞാലൊന്നും റേറ്റ് പറഞ്ഞിട്ടില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെഷീനല്ല നമ്മൾ റേറ്റ് ആയ കാരണം കൊണ്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെഷീനിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്, മീഡിയം സൈസ് ഉണ്ട്, അതേപോലെ അങ്ങനെയുള്ള പല സൈസുള്ള കാരണമാണ് നമ്മൾ റേറ്റ് കറക്റ്റായിട്ട് പറയാഞ്ഞത്. റേറ്റിൻ്റെ കാര്യം അറിയണമെങ്കിൽ ഇവരുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എങ്ങനത്തെ മോഡലാണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറയാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഷീന് ഇവർ പറയുമ്പോൾ അതിൻ്റെ റേറ്റ് ഇവർ ഫോണിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അതേപോലെ തന്നെ അത് സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബോക്സൊക്കെ, ഈ ഒരു സോപ്പ് ബോക്സൊക്കെ റെഡിയാക്കുന്നത്. കണ്ടോ, ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇപ്പോൾ അത് കട്ടായി വന്നത്. ഇതാ മടക്കണത് കണ്ടോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് കൊണ്ട് ഒരു ബോക്സ് ആയി. ഇപ്പം ഈ ഒരു സാധനം ഒട്ടിക്കണം കേട്ടോ, അതവർ പിന്നീട് ഒട്ടിക്കും. അപ്പോൾ നോക്കുന്ന ഇപ്പോൾ ഇവർ പറയാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം തന്നെ 1000 ബോക്സ് 2000 ബോക്സൊക്കെയാണ് ഇതിൽ ഉണ്ടാക്കാന്നാണ് പറയണത് കേട്ടോ. അത്രയും ബോക്സൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു പുറത്തുനിന്നുള്ള ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നേലൊക്കെ നമുക്ക് ഓർഡർ പിടിച്ച് വന്നിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇതൊരു മെഷീൻ വാങ്ങിച്ചുണ്ടാക്കാം. നമുക്ക് ഷോപ്പ് ഇല്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇതേപോലെ ബോക്സിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനത്തെ ബോക്സാണ് വേണ്ടത് വെച്ചെങ്കിൽ ഓർഡർ പിടിക്കുകയും ചെയ്യുക. അങ്ങനത്തെ അതിൻ്റെ ക്ലാസ് ഇവർ തരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് നമ്മൾക്ക് ഉണ്ടാക്കി നമുക്ക് ഇതൊക്കെ മെഷീൻ പ്രവർത്തിപ്പിക്കാനും ഇതേപോലെ കട്ട് ചെയ്യാനും ഇതേപോലെ ബോക്സ് ഉണ്ടാക്കാനും അതേപോലെ ഇതിൻ്റെ എല്ലാ ഫുള്ള് A to Z കംപ്ലീറ്റ് ഇവർ ഇതിൻ്റെ ക്ലാസ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ മെഷീൻ വാങ്ങിക്കുന്ന ആളുകൾക്കും ഇതിൻ്റെ ക്ലാസ് തരുന്നുണ്ട്. വിഷയം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് ക്ലാസ് വേണം, അറ്റൻഡ് ചെയ്യണം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് ചെറിയൊരു ഫീസ് മാത്രം, ഒരു ദിവസത്തെ ഫീസ് മാത്രം വാങ്ങിച്ചിട്ട് നമുക്കൊരു ക്ലാസ് തരുന്നുണ്ട്. പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഇതേപോലത്തെ മെഷീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളെ അന്ന് എന്ത് പൈസയാണോ കൊടുത്ത ആ ഫണ്ട് അവർ റീഫണ്ട് ചെയ്യാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉപകാരമുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏകദേശം നമ്മളൊരു 5-6 മെഷീനുകളും നമ്മൾ പരിചയപ്പെടുത്തി. എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനും കൂടിയിട്ടാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത്, ഇതൊക്കെ എന്താ അതിൻ്റെ മെത്തേഡ് എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാനും കൂടിയാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തത്. അതേപോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇവരുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും നമ്മൾ ഫസ്റ്റത്തെ കമൻറ്റിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കുക, റേറ്റും കാര്യങ്ങളും ചോദിക്കുക. വേറെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നേരിൽ കണ്ടതിന് ശേഷം മാത്രം മെഷീൻ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് വിദേശത്തു നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ ഒരുപാട് പേര് വീഡിയോ കാണുന്ന ഒരുപാട് പേരുകളുണ്ട്. അവർക്കും എന്ത് ആവശ്യത്തിന് ഇവർക്ക് ചോദിക്കട്ടെ. അവരൊക്കെ നാട്ടിൽ വന്നാലും അതേപോലെ ബിസിനസ് ചെയ്യാനും എനിക്ക് തന്നെ ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എന്ത് ബിസിനസ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു ദിവസം 30, 40, 50 മെസ്സേജുകൾ എനിക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതേപോലത്തെ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവർ ഇതേപോലത്തെ ഒന്നും അറിയാതെ ഒരുപാട് നിൽക്കുന്ന ആളുകളുണ്ടാവും. എന്താ ചെയ്യുക, ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുക, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ്. ഇതിനൊന്നും ഷോപ്പ് വേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലിരുന്ന് ഏത് ബോക്സ് വേണമെങ്കിലും റെഡിയാക്കി നമ്മൾ പുറത്തുനിന്ന് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് അതും ഇവർ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. നമുക്ക് എന്ത് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് അറിയാമെങ്കിൽ ആ ഒരു ബിസിനസ് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചതായിട്ടോ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് പ്രൊഡക്റ്റോ നിങ്ങളുടെ മെഷീനുകളോ നിങ്ങളുടെ ബിസിനസ്സോ അതേപോലെ എന്തും ജനങ്ങൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലും സുൽഫിയുടെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എൻ്റെ നമ്പർ ചാനലിൽ തന്നെ കയറി കഴിഞ്ഞാൽ ചാനലിൽ ഫസ്റ്റ് തന്നെ എൻ്റെ നമ്പർ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അയക്കാം, വാട്സാപ്പ് മെസ്സേജ് അയക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം, നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ഫാക്ടറി തുടങ്ങണം, നിങ്ങൾക്ക് എന്തെങ്കിലും മെഷീൻ വാങ്ങണം, സാധനങ്ങൾ വാങ്ങിക്കണം, ടൂൾസ് വാങ്ങിക്കണം, അങ്ങനെ എല്ലാ സാധനങ്ങളും എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എൻ്റെ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. നമ്മൾ ഫുള്ള് ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, 10, 400, 500 വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ പ്രൊഡക്റ്റ്, ഓരോ സാധനങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനോ നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങാനോ നിങ്ങൾക്ക് എന്തെങ്കിലും
എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ കൂടെ 100% ഒരു ഉറപ്പ് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ് നമ്മുടെ ചാനലിൽ കൂടെ. എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് ആ ഒരു ലെവലിലാണ് വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് നമ്മൾ ഇടുന്നത്. എന്താ വെച്ചാൽ വെറുതെ അങ്ങോട്ട് നമ്മളൊരു എന്ത് വീഡിയോസ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടണം. ഇതൊക്കെ കേക്ക് ബോക്സ് ആണ് കണ്ട. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു നിൽക്കണ കാരണം സമയം കൊണ്ട് അവർ കേക്ക് ബോക്സ് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഒരുപാട് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോസ് ഇപ്പോൾ നമുക്ക് ട്രെയിൽ കാണിക്കുമ്പോൾ തന്നെ അവർ ഒരുപാട് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്ന